സാർ രണ്ടാമത് പറഞ്ഞ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ UPSC എക്സാമിൻ്റെ തലേ ദിവസമായിരുന്നു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ. അപ്പോൾ അത് പോയി എഴുതി, പിറ്റേ ദിവസം പോയി UPSC എഴുതി, പിന്നെ ഇതേപോലെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ KS വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നടന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതപ്പോൾ ആവശ്യം വന്നില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതലും കേരള റിലേറ്റഡ് കാര്യങ്ങൾ ഒരുപാട്, കേരള ഹിസ്റ്ററി, ട്രാവൻകൂറിൻ്റെ ഹിസ്റ്ററി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടെപ്പോഴോ പഠിച്ച കാര്യമാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓക്കെ ഇതെനിക്കറിയാം, ആ ഒരു ഇത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ KSൽ സ്ട്രീം 1-ൽ 5ാം റാങ്ക് നേടിയ കാർത്തികാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് കാർത്തികയോട് എങ്ങനെയായിരുന്നു കാർത്തികയുടെ പ്രിപ്പറേഷൻ, എങ്ങനെയായിരുന്നു ആ ഒരു ടോട്ടൽ ജേർണി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാർത്തിക, വെൽക്കം. താങ്ക് യു സർ. അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോൾ കാർത്തിക UPSC ആസ്പിരൻ്റ് ആയിരുന്നു. UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് KSലേക്ക് എഴുതിയതും ഇപ്പോൾ നമ്മൾ 5ാമത്തെ റാങ്ക് നേടിയത്. അപ്പോൾ ഈ KSൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ, അതോ അതിന് മുമ്പേ ഇങ്ങനെ KS വരാൻ പോകുന്നു എന്ന് കരുതിയ ഒരു പ്രിപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആക്ച്വലി UPSC പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, 25 എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ തന്നെ ചെയ്തിട്ടുള്ളൂ. KSന് വേണ്ടി ഞാൻ അഡീഷണലി പ്രിലിംസിൻ്റെ കാര്യത്തിൽ നോക്കിയത് KSൻ്റെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു ഇത്ര നാളത്തെ പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല KSനായിട്ട്. അപ്പോൾ KSൻ്റെ വലിയൊരു പോർഷൻ നമുക്ക് UPSC തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റി, എക്കണോമിക്സ്, ഇതെല്ലാം വലിയ രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വരുന്നുണ്ട്. ആക്ച്വലി കുറച്ച് നമുക്ക് ചേഞ്ചസ് വരിക എന്ന് പറയുന്നത് ഈ കേരള റിലേറ്റഡ് ടോപ്പിക്സും മലയാളവും പോലുള്ള ടോപ്പിക്സാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ആക്ച്വലി അത് പ്രിലിംസിനായിട്ട് അത് എങ്ങനെയാണ് ആദ്യം പ്രിപ്പയർ ചെയ്തത്? ഞാൻ മുന്നേ തന്നെ UPSC എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ കേരള PSC എക്സാംസും എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് യൂട്യൂബ് വീഡിയോസൊക്കെ കാണും. ഒരുപാട് മെറ്റീരിയൽസ് യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ ടോപ്പിക്സ് നോക്കി കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ അങ്ങനത്തെയൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. LSGIയുടെ എക്സാമിന് വേണ്ടിയിട്ട് അത് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് മലയാളം മീഡിയത്തിലാണ്. അപ്പോൾ എനിക്ക് മലയാളം അത്ര പ്രശ്നമില്ല, എനിക്കതിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ കിട്ടും. നമ്മൾ CSATന് വേണ്ടി മാത്സ് പഠിക്കുന്നുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഞാൻ പഠിച്ചത് പുറത്താണ്, അപ്പോൾ എനിക്ക് ഇംഗ്ലീഷും അത്യാവശ്യം പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ചില ഏരിയാസ്, ഇപ്പോൾ ജോഗ്രഫി, അങ്ങനത്തെ കേരള ജോഗ്രഫി, അങ്ങനത്തെ സ്പെസിഫിക് പോർഷൻസ് മാത്രം ഞാൻ കുറച്ച് യൂട്യൂബ് നോക്കിയിട്ടും പിന്നെ അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ എത്ര ഏരിയ പഠിക്കണം എന്നൊരു ഐഡിയ അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2 നോക്കുമ്പോൾ പേപ്പർ 2ൽ നമുക്കറിയാം ഇംഗ്ലീഷും മലയാളവും തന്നെ ഏകദേശം 50 മാർക്കോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മലയാളം മീഡിയം ആയതുകൊണ്ട് മലയാളത്തിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും വന്നില്ല എന്നുണ്ട്. അപ്പോൾ ഒന്നാമത് വേക്കൻസിയും കുറവായിരുന്നു. 10 വേക്കൻസിയിൽ 11 വേക്കൻസി എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കട്ട് ഓഫ് പ്രിലിംസിൽ നമ്മൾ എക്സ്പെക്റ്റും ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രിപ്പറേഷൻ സമയത്ത് പ്രിലിംസിനായിട്ട് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തിരുന്നോ, അതോ ടോട്ടലി പോയ സമയത്ത് ഇതിൻ്റെ കൂടെ പ്രിലിംസ് അങ്ങ് ക്ലിയർ ആയിക്കോളും എന്നുള്ള രീതിയിലേക്കായിരുന്നോ നോക്കിയത്? സാർ രണ്ടാമത് പറഞ്ഞ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ UPSC എക്സാമിൻ്റെ തലേ ദിവസമായിരുന്നു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ. അപ്പോൾ അത് പോയി എഴുതി, പിറ്റേ ദിവസം പോയി UPSC എഴുതി, പിന്നെ ഇതേപോലെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ KS വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നടന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതപ്പോൾ ആവശ്യം വന്നില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതലും കേരള റിലേറ്റഡ് കാര്യങ്ങൾ ഒരുപാട്, കേരള ഹിസ്റ്ററി, ട്രാവൻകൂറിൻ്റെ ഹിസ്റ്ററി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടെപ്പോഴോ പഠിച്ച കാര്യമാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓക്കെ ഇതെനിക്കറിയാം, ആ ഒരു ഇത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചത് പിന്നീട് നമുക്ക് ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ PSC ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതാറുണ്ട് തോന്നുന്നു. ഇപ്പോൾ UPSC എഴുതി, UPSC മെയിൻസ് എഴുതിയായിരുന്നു, പിന്നെ ഇപ്പോൾ KS എഴുതി. ഇപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് എക്സാംസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ്, KS, UPSC, ഈ പ്രിലിംസ് ലെവലിൽ ഇത് മൂന്നും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്? എനിക്ക് തോന്നുന്നു UPSCയിൽ കുറച്ചുകൂടി ടഫാണ് പേപ്പർ. അപ്പോൾ UPSCയുടെ കട്ട് ഓഫ് നോക്കിയാലും ഒരു 88, 90 താഴെയാണ് എപ്പോഴും വരുന്നത്. പക്ഷേ ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ നമ്മുടെ KSൻ്റെ കട്ട് ഓഫ് ഒക്കെ 116 റേഞ്ചിൽ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കോർ 125 ആയിരുന്നു KSൻ്റെ പ്രിലിംസിൻ്റെത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു എളുപ്പവും അതേപോലെ കട്ട് ഓഫ് കൂടുന്നതും നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഡിഗ്രി ലെവലുമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ KSൻ്റെ ഡിഗ്രി ലെവലിൻ്റെയും ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ? എനിക്ക് തോന്നുന്നു KS കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഈ പ്രാവശ്യത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, ഡിഗ്രി ലെവൽ എക്സാമിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് എനിക്ക് KSൻ്റെ പ്രിലിംസിനെ തോന്നിയത്. നമ്മൾ ഈ പ്രിലിംസിൻ്റെ പിന്നീട് നമ്മൾ മെയിൻസിലോട്ട് പോകാം. മെയിൻസിലോട്ട് പോകുമ്പോൾ റൈറ്റിംഗ് ആണ്. ഒബിയസ്ലി നമുക്കൊരു UPSC മെയിൻസ് ഒക്കെ എഴുതി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത്ര ഒരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ UPSCക്ക് നമ്മൾ മെയിൻസിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു പാറ്റേണേ അല്ല KSൻ്റെ മെയിൻസിൽ, എസ്പെഷ്യലി കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ആ പാറ്റേൺ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി
UPSCയുടെ മെയിൻസ് കഴിയുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. അത് കഴിഞ്ഞ് പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടുതലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനാണ് വേക്കൻസി കൂടുതലുള്ളത്. അപ്പോൾ ഒരു ജോലി എന്ന രീതിയിൽ കിട്ടാൻ എളുപ്പം അതാണെന്നൊരു ഇതെൻ്റെ മനസ്സിലുണ്ട്. പ്ലാൻ ബി. അതെ, അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു PSC എക്സാമിന് ഏറ്റവും കൂടുതൽ ടൈമും ഏറ്റവും എഫേർട്ട് ഇട്ടതും ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ കേരള റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഞാൻ അതിനു വേണ്ടി പഠിച്ചു. ഇപ്പോൾ ഇക്കണോമിക്സ് ആണെങ്കിലും കാരണം എനിക്ക് LSGIയിൽ ഇക്കോണമിക് ആയിരുന്നു എനിക്ക് പേപ്പർ 2 മാർക്ക് എനിക്ക് കുറേ എണ്ണം തെറ്റിപ്പോയി. അപ്പോൾ അതെനിക്കറിയാം, ഇതാണ് എൻ്റെ വീക്ക് ഏരിയ, ഞാൻ അത് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും KASൻ്റെ മെയിൻസ് വരുന്നത്. അതിനൊരു 2 വീക്സ് സമയമാണ് എനിക്ക് ശരിക്കും ഇഫക്റ്റീവ്ലി കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കുറവ് സമയത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കിയത്. അതിന് ഞാൻ ചെയ്ത കാര്യം, എനിക്ക് ഈ പറഞ്ഞ പാറ്റേൺ കാര്യങ്ങളെപ്പറ്റിയൊന്നും ഞാൻ അവെയർ അല്ലായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പഠിക്കുന്നത്, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പാർട്ടായിട്ട് നിൽക്കുന്നില്ല ആ സമയത്ത് KASൻ്റെതായിട്ട്. എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. അപ്പം ഞാൻ ചെയ്ത കാര്യം, ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ആൻസർ കീ വെച്ചിട്ട് മാക്സിമം എനിക്ക് കിട്ടുന്നുണ്ടോ, അതിലെ കീവേഡ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കി. അപ്പോൾ ഈ 3 മാർക്കറിൻ്റെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, 5 മാർക്കർ ആണെങ്കിൽ കുറച്ചധികം സ്ഥലമുണ്ട്, ഓരോ ക്വസ്റ്റ്യനും വ്യത്യാസമുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ എത്ര കീവേഡ് എനിക്ക് എഴുതാൻ കിട്ടും എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം എക്സാമിന് ഒരേ ഇതാണ് കൊടുത്തത്, ഒരേ സ്പേസ് ആണ് കൊടുത്തത് എല്ലാ ആൻസേഴ്സിനും. അപ്പോൾ എനിക്ക് ആ ഒരു പ്രിപ്പറേഷൻ ആക്ച്വലി ഗുണം ചെയ്തു. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ബോധേഡല്ലായിരുന്നു. അതെ, ഞാൻ കണ്ടന്റിലാണ് മാക്സിമം ഫോക്കസ് ചെയ്തത്. സ്പേസിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ചെറുതാക്കി എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ കുറേ കൂടെ ഫോക്കസ് ചെയ്തത്. കണ്ടന്റ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാം, കീവേഡ്സ് എത്രത്തോളം പഠിക്കാം എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ഈ പ്രിലിംസും മെയിൻസും പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇപ്പോൾ അല്ലെങ്കിൽ ഏതിനായിരുന്നു കൂടുതലൊരു ടെൻഷനോ അല്ലെങ്കിൽ ഏതായിരുന്നു കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തത്, പ്രിലിംസ് ഓർ മെയിൻസ്? എനിക്ക് തോന്നുന്നു മെയിൻസ് ആണെന്ന്. കാരണം പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സാം കുറേ എക്സാംസ് എഴുതുന്ന കൂട്ടത്തിലാണ് ഇത് പോയി എഴുതുന്നത്. അതിന് 3 ദിവസം മുന്നേ UPSCയുടെ റിസൾട്ട് വന്നു. അപ്പോൾ ആ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുൾ ഒരു ഹാപ്പി മൂഡിലാണ് പോയി എഴുതുന്നത്. പക്ഷേ മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം UPSCയുടെ മെയിൻസ് ഞാൻ 2 മെയിൻസ് എഴുതി. അപ്പോൾ 2 പ്രാവശ്യം എനിക്ക് സമയത്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ചലഞ്ചായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു എക്സാമിന്, ഞാനിത് എഴുതി തീരത്തില്ലേ, കാരണം ഒരു ക്വസ്റ്റ്യൻ വിട്ടാൽ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ മാർക്ക് പോയി, ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ ആകെ ഒരു മോക്ക് ടെസ്റ്റ് മാത്രമേ ഓഫ്ലൈൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആ മോക്ക് ടെസ്റ്റിൽ പക്ഷേ ഞാൻ സമയത്തിന് മുന്നേ എഴുതി തീർന്നു. ആ ഒറ്റ കോൺഫിഡൻസിലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ 1ാമത്തെ ദിവസം രാവിലത്തെ പേപ്പർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓക്കെയാണ്, കാരണം സമയത്തിന് മുന്നേ എഴുതി തീരുന്നുണ്ടെന്ന്. പക്ഷേ ടെൻഷൻ അടിച്ചത് മെയിൻസിനാണ്. അതിലും ടെൻഷൻ അടിച്ചത് ആക്ച്വലി ഇൻ്റർവ്യൂവിനാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രിലിംസും മെയിൻസും വെച്ച് നോക്കുമ്പോൾ മെയിൻസിനായിരുന്നു. ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ഈ ഇങ്ങനത്തെ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ UPSC അല്ലെങ്കിൽ KS പോലുള്ളൊരു ഇൻ്റർവ്യൂ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആക്ച്വലി റിസൾട്ട് വരുന്ന ഡിസംബറിലാണ്. അപ്പോൾ ഞാൻ UPSC മെയിൻസ് കിട്ടാതെ നിൽക്കുന്ന ഒരു ഫേസിലാണ് ഈ റിസൾട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇതാണല്ലോ, ഒരു കച്ചിത്തുരുമ്പെന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ആക്ച്വലി ആദ്യം എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഞാൻ മെയിൻസ് കുറച്ചുകൂടെ ഒക്കെ പഠിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്ന ചുറ്റിലുള്ള ഇൻ്റർവ്യൂ കോൾ കിട്ടിയ ആൾക്കാരൊക്കെ അവരിതിന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പം ഞാനിത് പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ എഴുതിയിട്ടില്ല, ആൻസർ റൈറ്റിംഗ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചത്. അപ്പോൾ അതൊരു പോരായ്മയാണോ എന്ന് എനിക്ക് വല്ലാതെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അപ്പോൾ ഈ ഒരു സെൽഫ് ഡൗട്ട് കൊണ്ട് കുറച്ച് നാൾ നിന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ സമയമില്ല, പ്രിപ്പയർ ചെയ്തേ പറ്റും. അപ്പോൾ 1-on-1 സെഷൻസ് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് കാര്യങ്ങൾ ഞാൻ ശരിയാക്കേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനൊരു ഫോർമൽ സെറ്റപ്പിലൊരു ഇൻ്റർവ്യൂവിന് അധികം പങ്കെടുത്തിട്ടില്ല. LSGI പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ അത് KSൻ്റെ രീതിയിലുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ചെയ്ത കാര്യം സ്പീക്കിംഗ് പ്രാക്ടീസ്, എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ ഞങ്ങൾ ഡെയിലി ഒരു 15 മിനിറ്റ്സ് എന്നോട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഞാനതിന് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടിലും മാറി മാറി ആൻസർ പറയും. കാരണം ആ സമയത്ത് ഇൻ്റർവ്യൂ ഏത് ലാംഗ്വേജിലാണെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ വെച്ച് രണ്ടും പറഞ്ഞു നോക്കും. പിന്നെ ഞാൻ ന്യൂസ് പേപ്പർ ഒച്ചത്തിൽ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ന്യൂസ് പേപ്പർ 2 എണ്ണം വായിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. മുന്നേ ഹിന്ദു മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ, പിന്നീട് മലയാളം പത്രം കൂടെ നോക്കാൻ തുടങ്ങി. അതെ, അതൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ 1-on-1 സെഷൻസ് എനിക്ക് കിട്ടുന്ന അത്രയും സെഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു, മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ അത്രയും ഒരു ലെവലാക്കിയിട്ടാണ് ആക്ച്വൽ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ ആക്ച്വൽ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് എന്നോട്, ഞാൻ 1ാമത്തെ ദിവസമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ വിചാരിക്കുന്നുണ്ട് എനിക്ക് 1ാമത്തെ ദിവസം കിട്ടരുതേ, കാരണം ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി. കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ അതെ, അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ നിന്നത്. പക്ഷേ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ എനിക്ക് 1ാമത്തെ ദിവസം 2ാമത്തെ ഷിഫ്റ്റാണ്.
അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എന്ത് വന്നാലും ഇനിയിപ്പോൾ നമ്മൾ പോയി നമുക്ക് നേരിടുക എന്നൊരിതേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു അവിടെ ഇൻ്റർവ്യൂവിന് വന്ന ആൾക്കാർ തമ്മിൽ. അതൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 12 to 15 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം ഞാൻ ഈ മോക്കിൽ മൊത്തം കേട്ട ക്വസ്റ്റ്യൻസ് നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ആക്ച്വൽ ഇൻ്റർവ്യൂവിന് കിട്ടിയുള്ളൂ. എന്നോട് കേരള റിലേറ്റഡ് ഒന്നും ചോദിച്ചില്ല. അപ്പം ഞാനാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാം, നോളജ് ഇക്കോണമി ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ മോക്കിലും എന്നോട് ഇതൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതൊന്നും കിട്ടാത്തപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനി ഞാൻ പറഞ്ഞത് ശരിയായില്ലേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺവിൻസ് ആവാതെ വന്നിട്ടാണോ, കുറച്ചുകൂടെ ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് ശരിയാവാഞ്ഞിട്ടാണോ ഒരു ഡൗട്ട് എനിക്ക് ആ സമയത്ത് വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ പാരൻസിനോടും എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരിയോടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു ഇത് അത്ര ശരിയായില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യനും, പക്ഷേ കൺവിൻസ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പറഞ്ഞ സമയത്തൊരു എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കുറവ് പോലെ പല സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കാർത്തിയോട് ഞാനും ഒന്ന് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നായിരുന്നു ഈ കോൺഫിഡൻസ് ലെവലിൻ്റെ ഒരു ഇത് ചെയ്യണമെന്നുള്ളത്. അതെ അതെ. പക്ഷേ ആക്ച്വൽ ഇൻ്റർവ്യൂവിന് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഉത്തരം പറയാൻ നല്ലത്, കാരണം നമുക്ക് വേറൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ആ സമയത്ത്. ആ ഒരു ഇതിലങ്ങ് പറഞ്ഞു. പക്ഷെ പറഞ്ഞിറങ്ങിക്കഴിഞ്ഞപ്പോൾ തോന്നി ഇനി ഇത്രയും മതിയായിരുന്നോ, ഓരോ ഡയലോഗൊക്കെ പിന്നെ ഓർമ്മ വന്നു, ഇത് അന്നേരം പറയായിരുന്നു എന്നൊക്കെയുള്ളതൊക്കെ പിന്നെ ഓർമ്മ വന്നു. പക്ഷെ മാർക്ക് വന്നപ്പം ഇൻ്റർവ്യൂവിന് നല്ല മാർക്കുണ്ട്. അപ്പോഴാണ് ഓക്കെ അത് മതിയായിരുന്നു, അനാവശ്യമായിട്ട് ഇതായതാണെന്ന് തോന്നിയത്. ഇൻ്റർവ്യൂ നമ്മൾ അന്ന് നമ്മൾ UPSC ഇൻ്റർവ്യൂ പോലെ അത്ര ടഫായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രില്ലിംഗ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ. നമ്മളത് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഒരു ഇത് വരില്ല. പിന്നെ മാർക്കിൻ്റെ കാര്യം നമ്മളെന്ന് പറഞ്ഞല്ലോ ഒരു റേഞ്ചിനകത്ത് തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് 30 to 35 എന്തോ ആണ് ഈ പ്രാവശ്യത്തെ. 34 ആണ് ഹൈസ്റ്റ്. 34 ആണ്. ലോസ്റ്റ് 29 or 30 എന്തോ ആണ് വന്നിരിക്കുന്നത്. ആ ഇൻ ബിറ്റ്വീൻ തന്നെയാണ് ഈ പ്രാവശ്യം അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മാർക്ക് പക്ഷേ 1 മാർക്കിൽ 1 മാർക്കിലൊക്കെയാണ് റാങ്കുകൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എത്ര മാക്സിമം സ്കോർ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വലിയൊരു ഇൻ്റർവ്യൂ മാർക്സ് ഒന്നും അവർ ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന്. ടോട്ടലി ആസ് എ പാർട്ട് ഓഫ് UPSC ജേണിയാണ് എന്ത് പോയത് KASൻ്റെ ജേണി നടന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് KASൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു എക്സാം ആയിരുന്നു. അതിനകത്ത് ഇങ്ങനെ റാങ്ക് കിട്ടി അങ്ങനെ വന്നപ്പോൾ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇൻ്റർവ്യൂ കോൾ കിട്ടിയപ്പോൾ തൊട്ടേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയം തൊട്ടേ. കാരണം ഓൾറെഡി അത് ഒരിടത്ത് നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു സംശയം തോന്നി, ഇനിയിപ്പോൾ മാർക്ക് കുറയുമായിരിക്കുമോ, നമുക്കറിയില്ല റിട്ടേൺ എത്ര മാർക്കുണ്ടെന്ന് അറിയില്ല, ഇൻ്റർവ്യൂവിന് എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ആകെ ഒരു 10 ദിവസം റിസൾട്ട് വരുന്നവരുള്ള 10 ദിവസം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു. അപ്പം റിസൾട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു സന്തോഷം, എങ്ങനെ പറയണമെന്നറിയില്ല. നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ വന്ന് നമ്മൾ വിചാരിച്ച ഒരു ജോബിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ഹാപ്പിനെസ് പെട്ടെന്ന് വരും. അപ്പോൾ KAS എഴുതി നമ്മൾ UPSC എക്സാംസ് എഴുതി ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതാറുണ്ട്, അല്ലെങ്കിൽ പല PSC എക്സാം എഴുതാറുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് എക്സാംസ് എഴുതുമ്പോൾ ഈ ആളുകൾ എപ്പോഴും പറയുമല്ലോ UPSCക്ക് പഠിച്ച ഏത് എക്സാം എഴുതാമെന്ന് പറയുന്നത്. അത് ശരിയാണെന്ന് പറയുന്നത്. നമ്മൾ ഒരു PSC എക്സാം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതൊരു എക്സാം എഴുതുമ്പോഴും നമ്മൾ ആ എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ അത്ര നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റിയ ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ PSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിന് ഒരു 1 വീക്ക് മുന്നേയൊക്കെ ആയിരിക്കും ഞാൻ അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഡിഗ്രി ലെവലിന് കുറച്ചെങ്കിലും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എക്സാമിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടേ? അതെ അത്രയും ഞാൻ വർക്ക് അതിന് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പലപ്പോഴും ഡിഗ്രി ലെവൽ എക്സാമിന് കുഴപ്പമില്ല, ബാക്കി ഇപ്പോൾ 10th ലെവലൊക്കെ വരുന്ന എക്സാംസിന് LDCA പോലെയുള്ള എക്സാംസൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കട്ട് ഓഫ് 72 ആണെങ്കിൽ എനിക്ക് 71 ആയിരിക്കും മാർക്ക്. ആ ഒരു വളരെ ക്ലോസ് റേഞ്ചിലായിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്ക് അന്നേരം തോന്നുന്നു അയ്യോ ഒരെണ്ണം കൂടെ അറിഞ്ഞാൽ കിട്ടുമായിരുന്നല്ലോ, നമുക്ക് ജോലി കിട്ടുന്നതല്ല ലിസ്റ്റ് പേര് വരുമല്ലോ എന്നുള്ള തോന്നുമായിരുന്നു. UPSCയിലാണെങ്കിലും ഈ കട്ട് ഓഫ് മാർക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നതും ആ കട്ട് ഓഫ് മാർക്കിന് 1 മാർക്കിൽ 1/2 മാർക്കിന് അടുത്തായില്ല. ആ ഒരു ആവറേജ് കാറ്റഗറി നമ്മൾ ചാടിക്കടന്നാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലിസ്റ്റ് കയറി. അപ്പോൾ അവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചോദിക്കുന്ന കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ അതെനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സയൻസ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. ഞാൻ ബേസിക് സയൻസ് ഒരു 10th ശേഷം പഠിച്ചിട്ടില്ല. UPSCയിലാണെങ്കിലും നമുക്ക് ആ ഒരു രീതിയിലുള്ള സയൻസ് ആവശ്യമില്ല. നമ്മൾ ടെക്നോളജി കാര്യങ്ങളാണ് കുറച്ചുകൂടെ പഠിക്കുന്നത്. അതെ അതാണ് അതെ. അപ്പോൾ എനിക്ക് മറ്റ് PSC എക്സാംസിൽ എനിക്ക് തോന്നിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പം UPSC പഠിക്കുന്നത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഇതുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, അതുകൂടെ പഠിക്കണം. കാർത്തിക, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, KAS ഡിഗ്രിയിലെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിരന്റിനോട് കാർത്തികയ്ക്ക് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് കാർത്തിക പറയുന്നവരോട്?
ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇന്ന എക്സാമിന് ഇന്നത് പഠിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട. എല്ലാ അറിവും എപ്പോഴും ഉപയോഗപ്പെടുന്ന കാര്യമാണ്. ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ യൂസ് വരാം. ഇപ്പോൾ സ്ലം ഡോഗ് മില്ലിയനെയർ മൂവിയിൽ അദ്ദേഹം ആൻസർ പറയുന്ന പോലെയാണ്. നമ്മൾ ഈ പഠിച്ച കാര്യമായിരിക്കില്ല അവിടെ ചോദിക്കുന്ന ആ സമയത്ത് ചോദിക്കുന്നത്. കാർത്തികൻ പറഞ്ഞു പണ്ട് സ്കൂളിൽ പഠിച്ച അതെ കാര്യം അതെ ക്വസ്റ്റ്യൻ പഠിച്ച അതെ കാര്യങ്ങളാണ് അതെ. വന്നത്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ രീതിയിൽ പഠിക്കുക. നമ്മൾ ഇന്ന എക്സാമിന് ഇപ്പോൾ നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ UPSCയിൽ ചോദിച്ചില്ല, നമുക്ക് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയില്ല, കുഴപ്പമില്ല, വേറൊരു എക്സാമിന് അത് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് വേണം എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. സിലബസ് ഓരോ എക്സാമിനെയും നോക്കിയാൽ സിലബസ് കവർ ചെയ്ത് കാര്യങ്ങൾ കവർ ചെയ്യുക എന്നുള്ളത് ബാക്കി എക്സാം സമയത്ത് അതെ നോക്കാം അതെ. എന്നുള്ള ആംഗിളിൽ തന്നെയാണല്ലേ. സോ കാർത്തിക, താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ജേർണി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.